You say that I'm psychotic, but then you like it like that. It's like every time the conversation changes. ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ ഷിബി വ്ളോഗ്സ്. എല്ലാ പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞാൻ കാണിക്കുന്നത്, ഞാൻ US പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ നാട്ടിലാണുള്ളത്. അപ്പോൾ ഞാൻ US കുറേ കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് അതും കൂടി കാണിക്കുവാണ് കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ച അതൊരു ഓയിൽ സ്പ്രേ ആണ്. ഞാൻ US നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. പാം എന്നാണ് അതിൻ്റെ പേര്. അത് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ ഈ ദോശ, ഇഡ്ഡലി ഇങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം അത് സ്പ്രേ ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴത്തേലും അത് ഭയങ്കര ഈസിയാണ് കേട്ടോ. അത് ഭയങ്കര പെട്ടെന്ന് ഒട്ടും ഇങ്ങനെ സ്റ്റിക്കി ആവാതെ പെട്ടെന്ന് ഇളകിയൊക്കെ വരും. അത് നല്ലൊരു സംഭവമാണ്. അതിവിടെ ആമസോണിൽ ഞാൻ ചെക്ക് ചെയ്തു, ആമസോണിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ആദ്യം പറയുവാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ദോശയാണ്, ഒരു സ്പെഷ്യൽ ദോശയാണ് കേട്ടോ കാണിക്കുന്നത്. സ്പെഷ്യൽ എന്നൊന്നും പറയാനില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെറൈറ്റി ആയിട്ട് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ദോശ ചളകൊളായിപ്പോയി. അപ്പോൾ അടുത്ത ദോശയ്ക്ക് ഇതാക്കുകയാണ്, കണ്ടോ. അതാണ് ആ ഓയിൽ സ്പ്രേ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ടൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ മാവ് ഒഴിച്ചിട്ട് ഇതാക്കുമ്പോഴത്തേലും, സാധാരണ നമ്മൾ ഈ നല്ലെണ്ണയും വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് പിന്നെയും നമ്മൾ മറിച്ചിടാൻ നോക്കുമ്പോഴത്തേലും അത് ചില സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാറുണ്ട്. ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. വലിയ ദോശ ഉണ്ടാക്കാനാണ് നോക്കിയത്, പക്ഷേ പറ്റുന്നില്ല. ദോശ മാവിൻ്റെ ആണോ ഏതോ ഞാൻ ഒഴിക്കുന്നതിൻ്റെ ആണോ പ്രശ്നം എന്നറിയില്ല, ദോശ വലുതായി കിട്ടുന്നില്ല. പിന്നെന്താ, ഇത് ഗീർ പശുവിൻ്റെ നെയ്യാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലിതാ ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കുറച്ച് ചീസ്, പിസ്സ ചീസാണ് കേട്ടോ. അതും ഒഴിച്ചു കൊടുത്തിട്ട് അത് കുറച്ച് ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതിൽ പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത്, ഈ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ നമുക്ക് ദോശപ്പൊടിയൊക്കെ കിട്ടത്തില്ലേ, അതും കൂടെ ഇതിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം ഞാനിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു സ്പാനിഷ് ദോശയാണ്. അപ്പോൾ സ്പാനിഷ് ദോശ ഉണ്ടാക്കുമ്പോഴത്തേലും ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ഇടാം കേട്ടോ. അപ്പം സ്പാനിഷ് മസാല അത്, അപ്പം എപ്പോഴും ഇങ്ങനെ നമ്മൾ ഒരേ ടൈപ്പ് ദോശ, ഒരേ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നില്ലേ. അപ്പോൾ ഇതാകുമ്പോഴത്തേലും കുറച്ച് വെറൈറ്റി ആയിരിക്കും, ടേസ്റ്റി ആയിരിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ കുറച്ച് ഇതായിട്ട് ഏജായിട്ട് വരുന്ന ഒരു ആഫ്റ്റർ 40s കഴിവതും വല്ലപ്പോഴും കഴിക്കാം. അങ്ങനെ എപ്പോഴും കഴിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ചീസൊക്കെ ചെല്ലുമ്പോഴത്തേൽ നമുക്ക് ഈ ഫാറ്റ്, നമുക്ക് ഈ വെയ്റ്റ് ലോസൊക്കെ വേണ്ടി ഡയറ്റ് ചെയ്യുന്നവരൊന്നും അതൊന്നും കഴിക്കരുത്. കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ എന്നും നമ്മൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം അവരും പറയത്തില്ലേ, അമ്മേ ഇതെന്നും ദോശയാണോ, എന്നും ഇഡ്ഡലിയാണോ, എന്നും അപ്പമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഓരോ വെറൈറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്ക് അത് കാണുമ്പോഴും കളർഫുള്ളായിട്ടൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാനും. പിന്നെ അത്യാവശ്യം ഈ ചീസും ഇതൊക്കെ ചെല്ലുമ്പോൾ വളരെ നല്ലതുമാണ്. പിന്നെ സ്കൂളിലൊക്കെ പോകുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഒരു ദോശ എങ്ങാനും കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉച്ചവരെ നല്ല ഹെവി ആയിട്ട് പിള്ളേർക്ക് പിന്നെ വിശക്കാതെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇപ്പം വലിയ നമ്മളായിരുന്നിരുന്നാലും അതെ, നമുക്കും ഇത് ഒരു ദോശ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെവിയാണ്. പിന്നെ ഉച്ചവരെ നമുക്ക് വിശക്കത്തൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഡയറ്റിംഗ് ഒക്കെ ഫോളോ ചെയ്ത് വരുമായിരുന്നു. പിന്നെ ഇപ്പോൾ US പോയിട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഡയറ്റിംഗ് ഒക്കെ കുറച്ച് താഴോട്ട് വന്നു. അപ്പോൾ പിന്നെ അത്യാവശ്യം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡിൽ ഒരുപാട് കൺട്രോൾ ചെയ്യരുതെന്ന് പറഞ്ഞു. അത്യാവശ്യം നമുക്ക് കുറച്ച് ഹെൽത്ത് വേണം. അപ്പോൾ ഒത്തിരി ഡയറ്റിങ്ങിലോട്ട് പോകണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം ഞാൻ കുറച്ചൊക്കെ ഒരു തീരെ ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുമ്പോഴത്തേലും ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ചെയ്യും. അപ്പം നമുക്ക് ആ പുതുമയിലൊന്ന് കഴിക്കാൻ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ അത് വീഡിയോ എടുത്തേക്കാം, നിങ്ങൾക്കുമൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അതൊരു ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ ചെയ്ത് കാണിച്ചൊരു കാര്യം ഒരാളെങ്കിലും അത് ചെയ്യുന്നു എന്ന് കാണുമ്പോഴത്തേലും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് എന്നെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്.
പിന്നെ ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, യു എസിലെ കുറേ കൂടെ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല. പോയിട്ടൊക്കെ വന്നതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എഡിറ്റിംഗ് നടക്കുന്നില്ല ഇപ്പം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തത്. പിന്നെ അതിൻ്റെയൊക്കെ വേറെ കാര്യങ്ങളും ഇതൊക്കെ ഞാൻ അല്ലാതെയൊക്കെ വീഡിയോസായിട്ടൊക്കെ ഇടാം. പിന്നെന്താ, പിന്നെ ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാണ്. എൻ്റെ കുഴപ്പം തന്നെയാണ്. ഞാനിപ്പോൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ. എനിക്ക് കുറച്ച് ബിസി ആയി പോയതുകൊണ്ടാണ് കേട്ടോ. അത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചു പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ യു എസിൽ പോയി. അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം പിന്നെയും നാട്ടിൽ പോകേണ്ടി വന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റാതെ പോകുന്നത്. ഇനിയിപ്പം റെഗുലറായിട്ട് ഇടണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നതാണിത്. എന്നാലും നമ്മൾ വിചാരിക്കുന്നതും പറയുന്നത് പോലെ അല്ലല്ലോ കാര്യങ്ങൾ. ഇതിനൊക്കെ അപ്പുറത്ത് ഓരോ കാര്യങ്ങൾ നടക്കും. നമുക്ക് അടുത്ത നിമിഷം എന്താണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. റിയലി സോറി. പിന്നെ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും ചെയ്തേക്കുക. അതൊക്കെ ചെയ്യുമ്പോഴത്തേലും സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും നമ്മുടെ ഈ ഫാമിലിയിലെ ആൾക്കാർ കൂടുതൽ വരുമ്പോഴത്തേൽ കൂടുതൽ, അതുപോലെ നിങ്ങൾ കമൻസ് അയക്കുന്നതിൽ ഒട്ടും എന്താ പറയുന്നത്, അതിനൊരു കുറവ് വിചാരിക്കരുത്. കൂടുതലായിട്ട് എല്ലാവരും കമൻസ് ഇടുക. നിങ്ങളുടെ കമൻസാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ കമൻസൊക്കെ വായിക്കുമ്പോഴത്തേൽ എനിക്കും എന്തെങ്കിലുമൊക്കെ തിരുത്താനുള്ളതൊക്കെ തിരുത്താനും കറക്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ ഏറ്റവും അധികമായിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോസ് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഇത് ലൈറ്റിൻ്റെ, ഞാൻ വേറെ റിംഗ് ലൈറ്റൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് അതിൻ്റെ തുടക്കത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കും ഒരു മങ്ങൽ പോലെ തോന്നുന്നു. ഇനി അടുത്ത പ്രാവശ്യം മുതൽ നല്ല ക്ലിയർ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ദോശ, മാങ്ങ, സാമ്പാർ, മാമ്പഴമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഇന്നത്തെ. കുറച്ച് മാമ്പഴവും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ അരിഞ്ഞു വെച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. അപ്പോൾ ഇനി ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു.